ഹലോ, വെൽക്കം ബാക്ക് ടു ഇറ്റ് അനദർ റമദാൻ വ്ളോഗ്. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് ഞാൻ കുക്കിംഗ് ആണ് കേട്ടോ ഇതിൽ കാണിക്കുന്നില്ലേ. ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ കമൻറ്റ് ചെയ്യാൻ പറഞ്ഞിരുന്നല്ലോ നിങ്ങളുടെ ഭാഗത്ത് എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ. അപ്പോൾ എനിക്കൊരു കമൻറ്റ് കിട്ടി, ഇൻക്ലൂഡ് മോർ കുക്കിംഗ് വീഡിയോസ് എന്ന്. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇന്ന് കുറച്ച് കൂടുതൽ കുക്കിംഗ് കാണിക്കാമെന്ന് വിചാരിച്ചത്. പിന്നെ ഉണ്ടല്ലോ, ഞാനൊരു ജസ്റ്റ് ഒരു ബിഗിനർ മാത്രമാണ്. അപ്പോൾ എനിക്ക് നിങ്ങളെ ഭാഗത്തുനിന്ന് സജഷൻ കിട്ടുമ്പോൾ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ടാണ് കേട്ടോ എനിക്ക് ഭയങ്കര സന്തോഷമായി. അതുമാത്രമല്ല, വേറൊരു കമൻറ്റും ഞാൻ കണ്ടു, വെയിറ്റിംഗ് ഫോർ മൈ വീഡിയോ എന്ന്. അത് എന്തെന്ന് പറയാം, മെയ്ഡ് മൈ ഡേ എന്ന് തന്നെ പറയാം. എനിക്ക് ഭയങ്കര ഹാപ്പിയായി. ഇതെൻ്റെ വാക്കുകൾ കൊണ്ട് എങ്ങനെ പറയാമെന്ന് എനിക്കറിയില്ല കേട്ടോ. പക്ഷെ എനിക്കെന്തോ ഈ വീഡിയോ തുടങ്ങുമ്പോൾ തന്നെ ഇവിടെ പറയണമെന്ന് തോന്നി. ബാക്ക് ടു വീഡിയോ. നമ്മളിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് ബീഫ് കബാബാണ്. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ബീഫ് കബാബ് ഉണ്ടാക്കുന്നത്. എൻ്റെ അടുത്ത് ഗ്രൗണ്ട് ബീഫ് കുറച്ച് ബാലൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ എന്നെ എന്തായാലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് കൊറിയാൻഡറും റെഡ് ചില്ലിയും ക്യുമിൻ സീഡ്സും കൂടി ഇട്ട് നല്ലോണം ഒന്ന് റോസ്റ്റ് ചെയ്ത് പൊടിച്ചെടുക്കുക. ഉള്ളി നന്നായി ഒന്ന് മിക്സിയിൽ ബ്ലെൻഡ് ചെയ്തിട്ട് അത് നിങ്ങൾക്ക് ഒരു തുണിയിലോ എങ്ങനെ വേണമെങ്കിലും നല്ല വെള്ളം കളഞ്ഞതിന് ശേഷം ഇതിലോട്ട് ഇടാം. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടാം. പിന്നെ ഒരു മുട്ട എടുക്കാം, കുറച്ച് വീറ്റ് ഫ്ലോറും എടുക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ട് നമുക്ക് കൈ കൊണ്ടോ സ്പൂണ് കൊണ്ടോ നന്നായി ഒന്ന് കുഴച്ചെടുക്കാം. ഇതാണ് നമ്മളെ ഐറ്റം. ഇത് നമുക്ക് ഫ്രീസ് ചെയ്ത് വെക്കാം. ഇന്ന് എന്തായാലും ഞാൻ കുറച്ച് കൂടുതൽ ഐറ്റംസ് ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ ഇന്ന് കബാബ് എന്തായാലും വേണ്ടെന്ന് വെച്ചു. ഇത് നമുക്ക് ഫ്രീസറിൽ വെക്കാം. ഇതാവുമ്പോൾ എനിക്ക് പിന്നെ ഡെയിലി കുറച്ച് പണി കുറഞ്ഞ് കിട്ടുമല്ലോ എന്നുള്ള രീതിയിൽ ഞാൻ കുറച്ച് ടൈം കിട്ടുമ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ചെയ്ത് വെക്കും കേട്ടോ. നെക്സ്റ്റ് നമുക്ക് ചിക്കൻ പഫ്സ് ഉണ്ടാക്കാം കേട്ടോ. ഈ പഫ്സിലോട്ടുള്ള മസാല എന്ന് പറഞ്ഞാൽ കാര്യമായിട്ടൊന്നുമില്ല. ഞാൻ ഫസ്റ്റിലൊരു വീഡിയോ ചെയ്തിരുന്നല്ലോ, നമ്മൾ ചിക്കൻ മാരിനേഷൻ ചെയ്തിരുന്നല്ലോ, അതിലൊരു ചിക്കൻ എടുത്തിട്ടാട്ടോ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. ജസ്റ്റ് നമ്മൾ നോർമൽ മസാലപ്പൊടിയും യോഗട്ടും ഇട്ടിട്ട് ഞാൻ എണ്ണയൊന്നും ഇല്ലാതെ മൂടി വെച്ചിട്ട് വേവിച്ചെടുത്ത ചിക്കനാണ്. അത് ഷ്രെഡ് ചെയ്തിട്ട് കുറച്ച് ഉള്ളിയും ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ഇട്ട് നല്ലോണം ഒന്ന് സോട്ട് ചെയ്തതിന് ശേഷം ഈ ചിക്കനും അതിലോട്ട് മിക്സ് ചെയ്യാം. ഇതിലോട്ട് ഞാൻ കുറച്ച് ഉപ്പും കുരുമുളക് പൊടി മാത്രമേ ഇട്ടിട്ടുള്ളൂ. വേറെ സ്പൈസസ് ഒന്നും ഈ മസാലയിൽ ഇട്ടിട്ടില്ല കേട്ടോ. കാരണം ഓൾറെഡി നമ്മൾ ആ ചിക്കനിൽ മസാല ഉള്ളതുകൊണ്ടാണ് കേട്ടോ. പിന്നെ ഈ പൊറോട്ട എന്ന് പറഞ്ഞാൽ ഇവിടെ മലേഷ്യൻ പൊറോട്ട എന്ന് പറഞ്ഞിട്ട് കിട്ടുന്ന ഈ ഒരു ഐറ്റം അല്ലേ, ഇത് നമുക്ക് അടിപൊളിയായിട്ട് പഫ്സ് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞിട്ടാണ് ഞാനിത് ട്രൈ ചെയ്ത് നോക്കിയത്. പക്ഷേ എനിക്കിത് നന്നായിട്ട് അടിപൊളിയായിട്ട് വന്നു കേട്ടോ. എയർ ഫ്രൈ ചെയ്യുകയാണെങ്കിൽ ഒന്നുകൂടി നല്ലേ. 2 പഫ്സ് ഇങ്ങനെ ചീസ് ഒന്നും ഇല്ലാതെ ജസ്റ്റ് നോർമലായിട്ട് ഇങ്ങനെ പഫ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. ബാക്കിയുള്ളതെല്ലാം ഞാൻ ചീസ് മൊസറല്ലയും ചെഡാറും കൂടി മിക്സ് ചെയ്തിട്ട് നമ്മൾ ഇതുപോലെ നന്നായിട്ടൊന്ന് ഈ സൈഡൊന്ന് നന്നായിട്ട് കൈ കൊണ്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇത്ര വരുന്നുള്ളൂ കേട്ടോ. ഇത്ര സിമ്പിളായിട്ട് നമുക്കൊരു പഫ്സ് ഉണ്ടാക്കാൻ പറ്റില്ലേ? ഇതല്ലേ നല്ലേ. നമ്മളെ പഫ് ഷീറ്റ് കിട്ടാൻ ഇവിടെ നമ്മൾ വേറെ സ്റ്റോറിലൊക്കെ പോയി തപ്പണം കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നി എന്തായാലും എൻ്റെ കയ്യിൽ കുറച്ച് പൊറോട്ട ഇരിക്കുന്നുണ്ട്. അപ്പോൾ പഫ്സ് ഷീറ്റ് എൻ്റേത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ ഇങ്ങനെ ഉണ്ടാക്കി നോക്കാമെന്ന്. ഇത് പിന്നെ നമുക്കൊന്ന് എഗ് വാഷ് ചെയ്യാം. എഗ് വാഷ് ജസ്റ്റ് ഞാൻ 2 സൈഡിലൊന്ന് എഗ് വാഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ മുകളിൽ നമുക്ക് വേണമെങ്കിൽ സെസമേ സീഡ് ഇടാം. അതായത് കാണാനൊരു ഭംഗിയാണല്ലോ, അതുകൊണ്ട് ഞാൻ ഒരു വൈറ്റ് സെസമേ സീഡ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഇത്രയേ ഉള്ളൂ ബേക്ക് ചെയ്തെടുക്കുന്നത്. പിന്നെ ബാലൻസ് ഉള്ളത് ഞാൻ ഫ്രീസറിൽ ചെയ്യാൻ പോവാണ്. കാരണം ഞങ്ങൾ 2 പേരല്ലേ ഉള്ളൂ, അപ്പോൾ കുറേ ഉണ്ടാക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ബാക്കിയുള്ളത് എന്തായാലും ഫ്രീസറിലോട്ട് വെക്കാൻ പോവാണ്. അപ്പോൾ ഞാൻ ചിക്കൻ സമൂസയും നമ്മളെ കബാബും ബാലൻസ് ഉള്ളതെല്ലാം ഫ്രീസറിലോട്ട് വെച്ചു കേട്ടോ. അപ്പോൾ അടുത്ത നോമ്പിന് എനിക്ക് കുറച്ച് ടൈം സേവ് ആവുമല്ലോ. നമ്മൾ ഡിഷ് വാഷിങ്, അത് അപ്പൊക്കെ പാത്രങ്ങൾ ഡിഷ് വാഷ് ചെയ്ത് വെക്കുകയാണെങ്കിലും ഏറ്റവും നല്ലതാണ്. പിന്നെ നമുക്ക് നെക്സ്റ്റ് എന്താണ്, ബീഫ് ബിരിയാണി ഉണ്ടാക്കാം. അപ്പോൾ ഇതിനിടയിൽ ഞാൻ പ്രയറും എൻ്റെ കുളിയും എല്ലാം കഴിഞ്ഞിട്ടാണ് കേട്ടോ. എൻ്റെ ടാനിനെ ഞാൻ ഫുഡൊക്കെ കൊടുത്ത് എല്ലാം സെറ്റാക്കിയിട്ടാണ് അടുത്ത പരിപാടിയിലോട്ട് കിടക്കുന്നത്. ഇത് കുറച്ച് കൂടുതൽ ഞാൻ രാവിലെ തന്നെ പരിപാടിയിലോട്ട് നിന്നുകൊണ്ടാണ് എനിക്ക് ഈ ഒരു ഡേ കംപ്ലീറ്റ് എല്ലാം ചെയ്യാൻ പറ്റിയത്. അപ്പോൾ എന്തായാലും ബീഫ് ബിരിയാണിയാണ് ഞാൻ നെക്സ്റ്റ് ഉണ്ടാക്കാൻ പോകുന്നത്. ആദ്യം നമുക്ക് മസാല പ്രിപ്പയർ ചെയ്ത് വെക്കാം.
അതിന് ഞാൻ ഉള്ളി ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. പിന്നെ നമ്മൾ സൈഡിൽ തന്നെ ഗീ റൈസ് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ഗീ റൈസ് വെച്ചാണ് ബിരിയാണി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കും. ആ ടൈമിൽ ഞാൻ ബീഫ് ഒന്ന് വേവിക്കാൻ വെക്കും. ഉപ്പും കുരുമുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടി മാത്രമേ ഞാൻ ഇടാറുള്ളൂ. വേറെ പൊടികളൊന്നും ഞാനിത് വേവിക്കുമ്പോൾ ഇടാറില്ല കേട്ടോ. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് വിസിൽ ചെയ്യാൻ വെക്കാം. നമുക്കിവിടെ ഒരു 4 വിസിലുകൊണ്ട് നമ്മളെ ബീഫ് കുക്കാവാറുണ്ട് കേട്ടോ. അപ്പം നമുക്ക് സൈഡിൽ ബീഫ് വെക്കാം. അടുത്ത സ്റ്റൗ ടോപ്പിൽ നമുക്ക് ഗീ റൈസ് ഉണ്ടാക്കാം. അപ്പോൾ നമ്മളെ ടൈം നമുക്ക് കുറച്ച് സമയം കിട്ടുമല്ലോ. അപ്പോൾ നമുക്ക് അതിലാവശ്യമുള്ള സ്പൈസസും കാഷ്യൂ കിസ്മിസ് ഒക്കെ ഇട്ടിട്ട് ജസ്റ്റ് ഞാൻ നമ്മളെ റൈസ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കും. ഗീയിൽ മാത്രമാണ് കേട്ടോ ഞാൻ ഗീ റൈസ് ഉണ്ടാക്കാറ്. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് മൂടി വെക്കും. ചെയ്യാറില്ല കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് മൂടി ഉപ്പൊക്കെ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് മൂടി വെക്കും. അപ്പോൾ ഗീ റൈസ് സൈഡിലാവുന്നുണ്ട്. അപ്പോൾ നമ്മൾ മസാലയിലോട്ടുള്ള സംഭവം നമുക്കിനി അടുത്ത് നോക്കാം. ഓൾറെഡി നമ്മൾ ബീഫ് കുക്ക് ചെയ്യാനും വെച്ചിട്ടുണ്ടല്ലോ. ഇതിലോട്ട് ഞാൻ എപ്പോഴും ഫ്രൈഡ് ഓണിയൻ ഇടാറുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നി ഇന്ന് എയർ ഫ്രൈ ചെയ്യാമെന്ന്. ജസ്റ്റ് ഓയിൽ സ്പ്രേ ചെയ്ത് നല്ലോണം കൈകൊണ്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് എയർ ഫ്രയറിൽ വെക്കാം കേട്ടോ. കുറഞ്ഞ ടെമ്പറേച്ചറിലാണ് നമുക്ക് എയർ ഫ്രൈ ചെയ്യേണ്ടത്. പക്ഷേ ഇതിന് മുന്നേ ഒരു തവണ ചെയ്ത് നോക്കിയപ്പോൾ നന്നായി വന്നിരുന്നു കേട്ടോ. നമ്മൾ ഓയിലിൽ ഫ്രൈ ചെയ്തെടുക്കണേക്കാൾ എത്രയോ നല്ലതാണ് നമുക്ക് എയർ ഫ്രൈ ചെയ്യുന്നത്. ഞാൻ ഈ നോമ്പിന് മാക്സിമം ഓയിൽ കുറക്കാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഫ്രൈഡ് ഐറ്റംസ് ആണെങ്കിലും എന്താണെങ്കിലും സ്നാക്സൊക്കെ ഞാൻ എയർ ഫ്രൈയിലാണ് ചെയ്യാറുള്ളത്. അപ്പോൾ എൻ്റെ മസാലയിലോട്ട് ഞാൻ മെയിനായിട്ട് ഇടുന്നതാണ് നമ്മളെ വലിയ ജീരകമില്ലേ. വലിയ ജീരകം ഉള്ളിയിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കും കേട്ടോ. ഈ മസാല കാര്യമായിട്ടൊന്നും ഞാൻ ചെയ്യാറില്ല. ജസ്റ്റ് ഞാൻ ഉപ്പ്, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, മല്ലിപ്പൊടിയും ഗരം മസാലയില്ലേ ഇത് മാത്രമാണ് ഞാൻ എൻ്റെ മസാലയിലോട്ട് ഇടാറുള്ളത്. പിന്നെ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പച്ചമുളക് ഇട്ടിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഞാൻ പിന്നെ തക്കാളി നോമ്പായപ്പോൾ കുറച്ച് ഞാൻ പേസ്റ്റ് ആക്കിയിട്ട് ഫ്രീസറിൽ വെച്ചിരുന്നല്ലോ. അപ്പോൾ ഞാനത് ഇങ്ങനെ ക്യൂബായിട്ടാണ് കേട്ടോ എൻ്റെ ഒരു തക്കാളി ഉള്ളത്. അപ്പോൾ ഞാൻ ആവശ്യത്തിനുള്ള തക്കാളി ഇട്ടിട്ട് നന്നായി ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കും. പിന്നെ നമുക്ക് കുറച്ച് കൊറിയാൻഡർ ഇടാം. കുക്കറിലുള്ള ബീഫ് അവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ സ്റ്റോക്ക് ഇതിലോട്ട് ഒഴിക്കുക. എന്നിട്ട് നന്നായി ഒന്ന് മൂടി വെച്ചിട്ട് ഞാനൊന്ന് ഈ മസാലയിൽ വേവിച്ചെടുക്കും കേട്ടോ. എന്നിട്ട് ഞാനാണ് ഈ ബീഫ് അതിലോട്ട് ഇട്ടിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യും. എന്നിട്ട് ഞാനൊരു 5 or 10 minutes മൂടി വെച്ചിട്ട് വേവിക്കും. ബീഫിലോട്ട് ഈ മസാല പിടിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ എയർ ഫ്രൈ ചെയ്ത ഫ്രൈഡ് ഓണിയൻ കുറച്ച് അതിലോട്ടിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മൾ മസാല ഇവിടെ സെറ്റായിട്ടുണ്ട്. അടുത്ത് നമുക്ക് ദം ഇടുന്ന പരിപാടിയാണ്. അപ്പോൾ ഇതിൻ്റെ മുകളിലോട്ട് റൈസ് ഇടാം. നമ്മളെ നാട്ടിൽ കണലിൽ വെച്ചിട്ടാണല്ലോ ബിരിയാണി ഉണ്ടാക്കുക. അതിന് ഭയങ്കര ടേസ്റ്റ് അല്ലേ. നമുക്ക് പിന്നെ ഇവിടെ അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ലല്ലോ. അപ്പോൾ നമ്മൾ ബാലൻസുള്ള ഫ്രൈഡ് ഓണിയനും മുകളിൽ ഇട്ടിട്ട് കുറച്ച് റോസ് വാട്ടറും അഫ്രോണും കുറച്ച് ഗീയും ഇട്ടിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ദം ഇടാൻ വെക്കണം. അപ്പം നമ്മളെ ബീഫ് ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിവിടെ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ എൻ്റെ ഫ്രണ്ട്സിന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഈ ബിരിയാണി ഇവിടെ എനിക്ക് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ തോന്നിയത്. അപ്പോൾ നമ്മൾ ബിരിയാണി ഓൾ സെറ്റ്. ഇനി ഗിൽറ്റില്ലാതെ ഷുഗർ കഴിക്കണോ എന്നാൽ വരും നമുക്ക് ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കാം. ഇതിനോട് നമുക്ക് ആവശ്യമുള്ള നട്ട്സ് എടുക്കാം. എന്നിട്ട് അതൊന്ന് ജസ്റ്റ് നന്നായി ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. പിന്നെ നമ്മൾ മെയിൻ സ്വീറ്റായിട്ട് നമ്മൾ ഇതിലെടുക്കുന്നത് ഈത്തപ്പഴമാണ് കേട്ടോ. നമ്മളെ ഡേറ്റ്സ് ആണ്. ഡേറ്റ്സ് ഇട്ടിട്ട് ഈ ക്രഷ് ചെയ്ത നട്ട്സും ഒന്നും കൂടി നമുക്കൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ നല്ലൊരു കയ്യിൽ കുഴക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ബാറ്റർ ആയിട്ട് നമുക്ക് കിട്ടുക. അത് നമുക്ക് ഈ ഒരു ഷേപ്പിൽ എടുത്തിട്ട് കുറച്ച് ഡാർക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ കുറച്ച് ബട്ടർ ഇട്ടിട്ട് മെൽറ്റ് ചെയ്താണ്, മൈക്രോവേവിലൊന്നും ചെയ്തെടുത്താണ്. അപ്പോൾ ഇത് നന്നായി ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഫ്രിഡ്ജിൽ ഡ്രൈ ആക്കാൻ വെക്കാം. നമുക്ക് ഗാർണിഷിങ്ങിന് ഇതിന് കുറച്ച് പിസ്തയോ എന്തെങ്കിലും നട്ട്സ് പൊടിച്ചിട്ട് കഴിഞ്ഞാലും നല്ലതാണ്. ഇനി നിങ്ങൾക്ക് ചോക്ലേറ്റ് വേണ്ട എന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. നമുക്ക് ഇത് അങ്ങനെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതിൻ്റെ കൂടെ തേങ്ങ ഇടുകയാണെങ്കിൽ ഒന്നുകൂടി നല്ലതാവുമെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ ഇത് അടിപൊളിയാണ് കേട്ടോ. പിന്നെ നമുക്ക് ലാസ്റ്റ് ആയിട്ടാണ് നമ്മളെ ആൽഫ്രെഡോ ചിക്കൻ പാസ്ത നമുക്കൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. നമുക്കതിനോട്ട് ആവശ്യമുള്ളത് ആൽഫ്രെഡോ സോസാണ്. ആൽഫ്രെഡോ സോസിലോട്ട് ഞാൻ മൈദ ഇടാറില്ല കേട്ടോ. വീറ്റ് ഫ്ലോർ ആണ് ഇടാറുള്ളത്. കുറച്ച് പാലും, ഞാനിവിടെ ഗാർലിക് എടുക്കുന്നില്ല, ഗാർലിക് പൗഡറാണ് എടുക്കുന്നത്. ടാനി കഴിക്കുന്നതുകൊണ്ടാണ് ഞാൻ മാക്സിമം മൈദയുടെ സംഭവങ്ങൾ അധികം എടുക്കാത്തത് കേട്ടോ. വീറ്റ് ഫ്ലോർ ആണ് നമുക്കും നല്ലത്. അപ്പോൾ ഞാൻ കുറച്ച് പാലൊഴിച്ച് ഉപ്പും കുരുമുളക് പൊടിയും ജസ്റ്റ് ചില്ലി ഫ്ലേക്സും ഒറിഗാനോയിലോട്ട് ഈ സോസിലോട്ട് എടുക്കുന്നത്. അപ്പോൾ ഇത് ഇട്ടിട്ട് നമുക്ക് നന്നായി ഒന്ന് സോസ് ആകുന്ന രീതിയിൽ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളെ സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്.
പിന്നെ ഞാനിവിടെ ചിക്കന് ഓൾറെഡി ബേക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നോർമൽ നമ്മളെ മസാലപ്പൊടി മാത്രം ഇട്ടിട്ടാണ് ഞാൻ ചിക്കൻ ബേക്ക് ചെയ്തിട്ടുള്ളത്. പിന്നെ ഞാൻ പാസ്ത ഓൾറെഡി ഫ്രോസൺ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കുക്ക് ചെയ്തത്. അപ്പോൾ അതും ഞാൻ എടുക്കുന്നുണ്ട്. കുറച്ച് ബെൽ പെപ്പർ 3 കളറിന് ബെൽ പെപ്പർ എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് ലെയർ ആയിട്ട് സെറ്റ് ചെയ്യാം. കുറച്ച് പാസ്ത, പിന്നെ ബെൽ പെപ്പർ ഇടാം, പിന്നെ നമ്മളെ ചിക്കൻ ഉണ്ടല്ലോ ചിക്കനും ഇടാം, പിന്നെ അതിൻ്റെ മുകളിൽ നമ്മൾ വൈറ്റ് സോസ് ഇടാം. ഇതിങ്ങനെ നമ്മൾ 2 ലെയറായിട്ട് ചെയ്യുകയാണെങ്കിൽ നല്ലതാണ്. എന്നിട്ട് നമുക്കിതിൽ കുറച്ച് ചില്ലി ഫ്ലേക്സോ ഒറിഗാനോ ഇടാം, ആ ഒരു ഫ്ലേവർ വരാൻ വേണ്ടിയിട്ട്. ബാലൻസ് ഉള്ള ആൽഫ്രഡോ സോസും മുകളിൽ നമുക്ക് ഇത് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് ഒറിഗാനോയും കുറച്ച് ചില്ലി ഫ്ലേക്സും അതിന് മുകളിൽ ഇടാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ ഈ ഒരു ഇത് ബേക്ക് ചെയ്യാൻ. പിന്നെ നമുക്ക് മെയിൻ ആയിട്ടാണ് ചീസ് മൊസറല്ലയും ചെഡാറും ആണ് ഞാനിവിടെ എടുക്കുന്നത്. ഇത്ര വരുന്നുള്ളൂ കേട്ടോ. ഇത് സിമ്പിളല്ലേ. ഇതിനി നമുക്ക് ജസ്റ്റ് ഒന്ന് ബേക്ക് ചെയ്തെടുത്താൽ മതി. ബേക്ക് ചെയ്യാന്ന് മീൻസ് നമ്മൾ ആ മുകളിൽ ആ ചീസ് ഒന്ന് കളറ് മാറി വരണം, അതായത് ഒരു ബ്രൗൺ ഷെയ്ഡിലോട്ട് വരണം. അപ്പോൾ ഞാനിത് കഴിക്കുന്നത് സെമിയുടെ ഷോപ്പിൽ നിന്നാണ് കേട്ടോ. ഇവിടെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഞാൻ വിചാരിച്ചു വീട്ടിലുണ്ടാക്കി നോക്കാമെന്ന്. അപ്പോൾ ഞാൻ 1-2 വട്ടം ട്രൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്നത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നമുക്ക് റൂഹഫ്സയുടെ റിംഗ് ഉണ്ടാക്കാൻ കേട്ടോ വിചാരിച്ച്. ഞാൻ ചിയാ സീഡ് എൻ്റെ അടുത്ത് ഇല്ലാത്തോട്ട് ബേസിൽ സീഡ്സ് ആണ് എടുത്തത്. അത് ഞാൻ വെള്ളത്തിൽ സോക്ക് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് റൂഹഫ്സയും, പിന്നെ ഓൾറെഡി ഞാൻ മിൽക്കിൽ റൂഹഫ്സ മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതും കുറച്ച് പിസ്താഷ്യ പിടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ ഇഫ്താറിൻ്റെ ടൈം ആയിട്ടുണ്ട്. നമ്മൾ ഇതെല്ലാം ടേബിളിൽ സെറ്റ് ചെയ്യാൻ പോവുകയാണ് കേട്ടോ. അപ്പം ഇന്നത്തെ നോമ്പ് അടിപൊളിയായിട്ട് കഴിഞ്ഞു കേട്ടോ. ഇന്ന് ഒരു ലോങ് ഡേ തന്നെ ആയിരുന്നു. രാവിലെ കിച്ചണിൽ നിന്നായിരുന്നു. എന്നാലും നമ്മൾ അൽഹംദുലില്ലാ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. നമുക്ക് പുതിയൊരു ഇഫ്താർ വ്ളോഗായിട്ട് നമുക്ക് പിന്നെ കാണാം കേട്ടോ. ഐ ഹോപ്പ് യു ലൈക്ക് മൈ വീഡിയോ. അപ്പോൾ എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.